യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തെറ്റായ ഒരു ചിന്ത പിശാച് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ വിതച്ചിട്ടുണ്ട്. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമെന്ന്. അങ്ങനെ ഒരു വചനം യഥാർത്ഥത്തിൽ ബൈബിളിലുണ്ടോ? പലരോടും ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് അങ്ങനെ ഒരു വചനമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബൈബിളിൽ ദൈവവചനമെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തത്തില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 92-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. ആരാണ് തഴയ്ക്കുന്നത്? നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. അവരെക്കുറിച്ച് വചനം വീണ്ടും പറയുന്നത്, ലെബനോനിലെ ദേവദാരു പോലെ വളരും, അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. അപ്പോൾ നട്ടിരിക്കുന്നതും തഴച്ചു വളരുന്നതും ദുഷ്ടനല്ല, നീതിമാന്മാരാണ്. ഈ നീതിമാന്മാരെക്കുറിച്ച് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 1-ാമത്തെ സങ്കീർത്തനത്തിൽ 3 മുതൽ വാക്യങ്ങൾ ഈ നീതിമാനെക്കുറിച്ച് പറയുന്നുണ്ട്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അപ്പോൾ നീതിമാൻ്റെ പ്രവൃത്തികളാണ് സഫലമാകുക. എന്നാൽ ദുഷ്ടന്മാരെങ്ങനെയാണ്? വചനം പറയുന്നു, ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിരു പോലെയാണ് അവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല, പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് ദുഷ്ടർ എന്ന് പറയുന്ന കാറ്റ് പറത്തുന്ന പതിരു പോലെയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ദുഷ്ടർ അല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന പിശാചിൻ്റെ ഈ ചിന്തയെ നമുക്ക് പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. നീതിയോടുകൂടെ വർദ്ധിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാൻ, നീതിമാനായ ജോസഫിനെ പോലെ ജീവിക്കുവാൻ കർത്താവേ, ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുന്നു.